ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് വർഷ ടി കെയിലെ ടി കെയിലാണ്. അതായത് തെക്കേ കാരിട്ടുമ്മൽ തറവാട്. വേറെ ഒന്നുമല്ല, എൻ്റെ തറവാട്ട് പേരാണ്. പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഉഷമ്മായും ഉണ്ണിവലിയച്ചനും എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ പെണ്ണുങ്ങളൊച്ച പാലിഞ്ചോട് അങ്ങാടി വരെ കേൾക്കുക. ഓഫ് കോഴ്സ് ഞങ്ങൾ മെജോറിറ്റി പെൺകുട്ടികളായതുകൊണ്ടും ഒത്തുകൂടിയ ഇത്തിരി വയലൻസ് കൂടുതലായതുകൊണ്ടും ഒരങ്ങനെ പറയണേലും കുറ്റമൊന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ജൂലൈയിൽ അച്ചച്ചൻ്റെ ശാർദത്തിന് ഉണ്ണിവലിയച്ചനോടൊരു കാര്യം പറഞ്ഞു. പെണ്ണുങ്ങളെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. അത് കേട്ടപ്പോഴേക്കും ഒരു റിവഞ്ച് തീർത്ത ഫീൽ ചെയ്യുന്നു. കാരണം പണ്ട് മൂപ്പർക്കിന്ന് ഞങ്ങൾ ഒച്ച കേട്ടിട്ട് ചെവി വേദന. പിന്നെ ഞങ്ങൾ മെജോറിറ്റി പെൺകുട്ടികളാണെങ്കിലും ഞങ്ങൾക്കും ആൺതരികളൊക്കെ ഉണ്ട്. പണ്ട് ജേണി ടു ദി സെൻറ്റർ ഓഫ് ദി എർത്ത് സിനിമയൊക്കെ ഇറങ്ങിയ ടൈമിൽ അപ്പത്തായിട്ട് ഞങ്ങൾ അനിയത്തിമാരെയൊക്കെ വിളിച്ചിട്ട് സ്കൂൾ ബാഗ് എടുത്തോ, ആയുധങ്ങൾ സജ്ജമാക്കിക്കോ എന്ന് പറയും. എന്നിട്ട് അപ്പുതാട്ടം പേപ്പറിൽ മാപ്പൊക്കെ വരച്ചിട്ട് ഞങ്ങളെയും കൊണ്ട് തൊടിയിൽ ഫുള്ള് നടക്കും. എന്നിട്ട് ഞങ്ങൾ ഭൂമീൻ്റെ അറ്റവും തേടിയിട്ട് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതും തേടി നടക്കും. പിന്നുള്ളൊരു മെയിൻ കളിയെന്ന് അന്നാക്കൊണ്ട. അതിനപ്പുതായിട്ട് എന്ത് ചെയ്യും, ടേബിൾ മൊത്തത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് അതിനുള്ളിൽ ഫുള്ള് ഇരുട്ടാക്കും. അതാണ് ഞങ്ങളെ ഷിപ്മെൻറ്റ്. അതിൻ്റെ പുറത്തേക്ക് വീഴുന്നവരൊക്കെ വെള്ളത്തിൽ പോവുകയാണ്. അതിൻ്റെ പുറം ഫുള്ള് വെള്ളമാണ്. എന്നിട്ട് അപ്പുതാട്ടം തന്നെ ചവിട്ടിത്തള്ളി കുഞ്ഞാറ്റേൻ്റെ വെള്ളത്തേക്ക് ഇടും. എന്നിട്ട് അപ്പുതാട്ടം തന്നെ കുഞ്ഞാറ്റ വെള്ളത്തിൽ പോയേ ഞാൻ രക്ഷിക്കാൻ പോവാമെന്നും പറഞ്ഞിട്ട് അപ്പുതാട്ടം തന്നെ പുറത്തിറങ്ങിയിട്ട് കയ്യും കാലും നിലത്തിട്ടടിച്ച് നീന്തിന പോലെ കാണിച്ച് കുഞ്ഞാറ്റേനെ കരയ്ക്ക് കയറ്റും, അതായത് ഷിപ്മെൻറ്റിക്ക് കയറ്റും. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ അപ്പുതാട്ടനൊരു ഹീറോ തന്നെയാണ് എന്ന്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തിരി മിസ് ചെയ്യണ കുറേ സംഭവങ്ങളുള്ള ഞങ്ങളെ തറവാട് വ്ളോഗാണ് ഇത്. ഇവിടെ ഇപ്പം അച്ചമ്മയും ബിന്മായും ഉഷമ്മായേ ഉള്ളൂ. അപ്പുറത്താണെങ്കിൽ വല്യമ്മയും കുഞ്ഞാഞ്ഞേ ഉള്ളൂ. മോൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി, ചേച്ചി പണ്ടേ കല്യാണം കഴിഞ്ഞ് പോയി. എന്നാലും വരവ് കുറച്ച് കൂടുതലിരുന്നു. പക്ഷേ ഇപ്പോൾ താമരയും പഠിക്കാൻ പോയതിനു ശേഷം ചേച്ചീൻ്റെയും വരവ് കുറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട് മാറിപ്പോയി. ഇപ്പോൾ കുഞ്ഞാറ്റ ഇനി പഠിക്കാൻ പോകും. ഞാനിപ്പോൾ ഓൾറെഡി അസാമിലാണ്. അതിനേച്ചി അതാ പഞ്ചാബിൽ പാറിപ്പറന്ന് നടക്കണ്. അപ്പോൾ തൊട്ട് ജോലീൻ്റെ തിരക്കുമായിട്ട് പാറിപ്പറന്ന് നടക്കണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തുകൂടുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസാണ്. അതുപോലത്തെ ഒരു ടൈമാണ് ഇത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുള്ള ഞങ്ങളെ കുറച്ച് കുട്ടി മൊമെൻറ്റ്സാണിത്. ഇനി അപ്പുതാട്ടനും ചേച്ചി മോൾ ചേച്ചിയൊക്കെ ഉള്ള വേറെ വ്ളോഗ്സ് വീണ്ടും വരും. ബൈ ബൈ.